വെൽക്കം ബാക്ക് ഗായ്സ്. നമ്മുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ ചെയ്തത്? അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത് നമുക്ക് നോക്കാം. എവിടെ നടക്കൂ. നമ്മൾ 2 ചെസ്റ്റ് ഉണ്ടാക്കിയിരുന്നു, കുറച്ച് ലോഗ് വെട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബെഡ് ഉണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താപ്പോ ക്ലേ അവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ പറഞ്ഞതാണ്. അപ്പോ ഇനി നമുക്ക് വേണ്ടത് കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞു. കോബിൾ സ്റ്റോൺ അല്ല നമുക്ക് വേണ്ടത്, മറ്റേ സാധനമില്ലേ, എന്താപ്പോ നമ്മളെ എൻഡിലേക്ക് പോകുമ്പോ എൻഡ് പോർട്ടലിന്റെ മതില്, അവിടുത്തെ ഇതൊക്കെ എങ്ങനെ കാര്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കട്ട, എന്താപ്പോ അതിന്റെ പേരിച്ചറിയില്ല നമുക്ക്. അതന്നെയുണ്ട്, അതെങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാന്ന് നോക്കാം. ഓളിലുണ്ടാവും എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യേണ്ട മതിലിന്റെ ഉള്ളിലേക്ക് വരണ്ട. പിന്നെ നമുക്ക് കൊബിസ്റ്റോന്റെ വാളും വേണം. കൊബിസ്റ്റോൺ വാള് അതെവിടെ ഇപ്പൊ ഉണ്ടാവാ? എന്റെ പേരറിയെങ്കിൽ സെർച്ച് ചെയ്യും. ഇതിലെല്ലാം ഉണ്ടാവില്ലേ, ഇതിൽ നോക്കാം. ഇതിലെന്തോ അല്ലാതെ ഓളുണ്ടായിട്ട് ഇത്രയുള്ളൂ ഓള്. കാണാല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും അതെവിടുന്ന കിട്ടുക? വാളാണല്ലോ. എന്നാലുള്ളൂ നമുക്ക് കൺസ്ട്രക്ഷൻ ഫുള്ളാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ കൺസ്ട്രക്ഷൻ ഇവിടെ പറ്റുമെന്നില്ല. അതിന്റെ സ്പേസ് നോക്കാം, എത്ര ബ്ലോക്ക് ഉണ്ട്. അതിന് ഏകദേശം ഒരു ഡ്രോൺ പോകണം. അതൊക്കെ എന്ത് ചെയ്യാം? എറിയുന്നതിന്റെ മുന്നേ ഞാനൊക്കെ ഉണ്ട്. ട്രേഡന്റ് കിട്ടിയോ? ഇല്ല ട്രേഡന്റ് കിട്ടൂല. നമുക്ക് എന്ത് വേണം? മറ്റേ അത് എങ്ങനെയൊക്കെ കിട്ടുക? ഇവിടെ കാര കോളാക്കി ഞാൻ തന്നെ വേറെ കിട്ടണമെങ്കിൽ കുറച്ച് പ്ലാങ്ക് വേണം അടിയിലെക്കാൻ. എന്നാ ഞാൻ ആ ബ്രിക്ക് എടുത്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, നമുക്ക് സ്റ്റോൺ ബ്ലോക്ക് ഒക്കെ കിട്ടി. കേവ എത്ര ഉണ്ട്? 1 2 സ്റ്റാക്ക് 2 സ്റ്റാക്ക് ഇത് കിട്ടി. പ്ലാങ്ക് കിട്ടി, സ്ട്രെച്ച് പ്ലാങ്ക്. പിന്നെ സ്റ്റോൺ ബ്രിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് മോസ്റ്റ്ലി സ്റ്റോൺ ബ്രിക്ക് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ ഒരു അവിടെ പൊളിച്ചിട്ടോട്ടെ. ഫുഡൊക്കെ ചേർന്നു. നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് വേണം, കൊറേ വേണം. നമുക്ക് നല്ല അയണ്ട ആവശ്യം നല്ലോണ്ട്. പിന്നെ ഇതൊക്കെ കൊണ്ട് നമുക്ക് ചെസ്റ്റിക്ക് വെക്കാം. അല്ല, നമുക്കിപ്പൊ തന്നെ ഉണ്ടാക്കൽ തുടങ്ങിയാലൊന്നും. നമുക്ക് ഹെൽത്തും കുറവാണ്, മറ്റേ ഹങ്കർ ബാറും കുറവാണ്, എല്ലാം കുറവാണ്. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമ്മളൊന്നും ചെയ്യണില്ല. വേണ്ടതൊക്കെ കയ്യിലിരുന്നോട്ടെ. ലെറ്റ്സ് ഗോ. എന്നെ കണ്ടിട്ട് കൊറേ അല്ലടാ മച്ചാൻ. ഇതൊക്കെ മൈൻക്രാഫ്റ്റിലുണ്ടോ? എന്റെ കുടുംബക്കാരെയും കണ്ടിരുന്നു. ഇത് മറ്റോലെ പോലെ തന്നെയാണ്, ഭയങ്കര സ്പീഡിൽ വരില്ലേ ചേട്ടാ. പിന്നെ നമ്മളെ അൺലിമിറ്റഡ് ഇൻസ്റ്റന്റ് റീസ്പോൺ ആണ്. ചക്ക റീസ്പോൺ ആവും. അതാണ് നമ്മള്. നമുക്കിനി എന്താ വേണ്ടേ മച്ചന്മാരെ? നമുക്ക് ആ ബിൽഡിങ് തുടങ്ങാം. രാത്രിയാവും. ശരി, അവിടെ എത്തിയിട്ടുള്ളൂ. പക്ഷെ ഡ്രോണുകൾ സ്പോൺ ആവും.
അതല്ലെങ്കിലും മോശന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ ഡ്രോൺ വരാതൊക്കെ അല്ല എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറയട്ടെ ഗൈസ്, നമുക്കത് നോക്കണം. ഇതാക്കണ് നമ്മുടെ സ്റ്റെപ്പിന്റെ പേരോട് ഇപ്പൊ നോക്കണില്ല, സ്റ്റെപ്പിന്റെ പേരോട് കുറച്ച് കഴിയട്ടെ. നമുക്കിതാ ഇവിടുന്ന് എത്ര ബ്ലോക്ക് ഉണ്ട് അവർക്ക് നോക്കണം. വെച്ച് പോവാ. ഇവിടുന്ന് ഒരു നിങ്ങളെത്ര വേണം? 11 ബ്ലോക്ക് വേണം. നിങ്ങളൊരു 11 ബ്ലോക്ക്, അതായത് ഇവിടുന്ന് വെച്ച് പോയാൽ എത്ര ബ്ലോക്ക് ഉണ്ടാവും? 1 2 3 4 5 6 7 8 9 10 11 എത്രയും ഞാൻ ബ്ലോക്ക് പറഞ്ഞു? 11 തന്നെയല്ലേ? അയ്യോ, ഒരു പട്ടിക അവിടെ കിടക്കുന്നു, ചാകാൻ പോകുന്നു. ചത്തോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? നമുക്ക് സെറ്റിങ്സ് ഒന്ന് മാറ്റിയിട്ട് ഇതാക്കാം. ഇതിന്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റട്ടെ. ഇതും കൊണ്ട് കഴിയണില്ല. 8 മിനിറ്റ്. എന്താ കാര്യം, നമ്മളൊന്നും ഈ സെറ്റിങ്സ് ആകുമ്പോൾ ചെയ്യുന്നില്ല. നമ്മൾ എത്ര പറഞ്ഞു? 9 10 11 ബ്ലോക്ക് തന്നെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ഓക്കെ, 11 ബ്ലോക്ക്. ആ കുഴി മൂടണല്ലോടാ മച്ചാണ്, മൂടാ. 28 ബ്ലോക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. എന്താ പറഞ്ഞു? 28 ബ്ലോക്ക് ഉണ്ടോ നമുക്കറിയില്ലല്ലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ബാക്കി നമുക്ക് എന്ത് ചെയ്യാ? കോബിൾസ്റ്റോൺ വെച്ച് എക്സ്പാൻഡ് ചെയ്താലത്. മച്ചന്മാരെ നമ്മള് ഒക്കെ സെറ്റ് ആക്കിയാണ്. ഇതാക്കണ ഇവിടെ വന്ന ഇതാക്കണ കോബിൾസ്റ്റോൺ കൊണ്ട് ഇത്ര ഉണ്ടാക്കിയാണ്. അപ്പോ ഇവിടുന്ന് ഇതിപ്പോ എത്ര? 1 2 3 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 16 17 18 19 22 ഇത്രയൊക്കെ മതിയില്ലേ? അത്ര ഇതായി ഉണ്ടാക്കണ്ടല്ലോ. എത്ര വരെ ഏകദേശം ഇത്രയൊക്കെ മതി. നമുക്കിനി ഇവിടെ ഒരു 5x5 സാധനം ഉണ്ടാക്കണം. 5x5 എന്ന് പറയുമ്പോ എത്ര വരും?
മിനാരൊന്നല്ല, കറക്റ്റാണ്. അല്ല, ഒരു ബ്ലോക്കിന് വെച്ചാൽ കൂടുതലുണ്ട്. ഇനി നമ്മുടെ പ്ലാങ്ക് എടുത്തുകൊണ്ട് നമുക്ക് ഇത് മുഴുവൻ നിറക്കാം. ഇനി നിറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ബോറുകാരം. മച്ചന്മാരെ, നമ്മുടെ അവസാനത്തെ പ്ലാങ്ക് ഇതാ വെച്ചിരിക്കുന്നു. യാ, നമ്മുടെ 2 സ്റ്റാക്ക് ഓഫ് പ്ലാങ്ക് നമ്മൾ വെച്ചിട്ടും ഇത്രേ ഉള്ളൂ. നമുക്കിനി പ്ലാങ്ക് എടുക്കാൻ പോണം. ഇതാ, ഈ മരമൊന്നും പറ്റൂല. ആ മരം കണ്ടില്ലേ, അവിടെ ഐസിന്റെ അപ്പുറത്ത് ഈ മരത്തിന്റെ ഇതുണ്ട്. ഞാൻ പോയി അതെടുത്തിട്ട് വരാം. അതും കാണിച്ചാൽ നിന്നാ കുറെ നേരം പിന്നെ ബോറായിരിക്കും. ഞാൻ പോയി എടുത്തിട്ട് ഇറ്റ്സ് എ ലോങ് ജേർണി ഗൈസ്. ഇപ്പൊ 1 അല്ല 2 അല്ല 3 അല്ല 4 പ്ലാങ്ക്, 4 സ്റ്റാക്ക് ഓഫ് പ്ലാങ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ മിനാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. മിനാരങ്ങൾ ആദ്യം ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാ, ഈ പ്ലാങ്ക് കണ്ടില്ലേ, ഞാനും കണ്ടു. ഇവിടെ നമുക്ക് വെക്കേണ്ടത് എന്താ, കോബിൾ സ്റ്റോൺ വാളാണ്. നമ്മുടെ അടുത്ത് കോബിൾ സ്റ്റോൺ ബാക്കി ഉണ്ടാകും, നമുക്ക് അതുണ്ടാക്കാം. കോബിൾ സ്റ്റോൺ വാൾ 42 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശീലാകുമ്പോൾ 42 ഉണ്ടാക്കാം. അപ്പൊ ഇപ്പൊ 42 മതി. ഓക്കെ, 42 നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ ആദ്യം ഇത് ഇവിടെ വെക്കണം, ഇതിവിടെ വെക്കണം, ഇതിവിടെ വെക്കണം. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യണം. കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇനി സാറില്ല. നമുക്ക് ഇതിന് ജനലുകൾ വെക്കണം. ജനലുകൾ ഗ്ലാസ് കൊണ്ട് വെക്കണോ അതോ ഇത് കാസ്റ്റിലല്ലേ, അപ്പൊ നമുക്ക് അയന്റെ മറ്റേ ഗേറ്റ് പോലത്തെ സംഭവല്ലേ, അത് വെക്കാം. അത് വെച്ചാ നല്ലതായിരിക്കും. വാതില് ഇതിനുള്ളിൽ ആരും പോണാതൊക്കെ എന്ത് ചെയ്യും? ടോർച്ചില്ലല്ലോ. എന്റെ അവിടേക്ക് എത്തുവോ? എത്തില്ല.
ഉറങ്ങട്ടെ. നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇനി നമുക്ക് എന്തെടുക്കണം, കുറെ സംഭവങ്ങൾ വേണം. മേൽക്കൂര ഉണ്ടാക്കണം ഇപ്പൊ തന്നെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉണ്ടാക്കണ്ടല്ലോ, ഉണ്ടാക്കലേ, ഉണ്ടായി കഴിഞ്ഞിട്ട് ബാക്കിയില്ല. കയ്യില് കുറച്ച് വുഡ് വേണം. വുഡ് നമ്മുടെ അടുത്ത് ഉണ്ട് തോന്നുന്നു. അല്ലേ മച്ചാൻ? ചത്തില്ലേ, ചാനായില്ലേ? ചത്തൂടെ? ഇടക്ക് അടിന് കിട്ടണില്ലേ? അതാ ഉണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ മച്ചാനെ. അയ്യോ, ഇതെല്ലാം ഉണ്ട്, വുഡല്ലേ? 34 മതി. ഞാൻ അതിന്റെ മോളക്ക് വലിഞ്ഞ് കേറണം. യെസ്, ഇത് വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ മോള് ഒരു ഇതുണ്ടാക്കിയാലോ. നമുക്ക് 4 സൈഡിലും വുഡ് വെക്കാം. വുഡും കൊണ്ടൊരു എത്ര നീളത്തില് 5 ബ്ലോക്ക് വുഡ് വെച്ചുണ്ട്. അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച കാണിച്ചുതരാം. കാണിക്കാം രംഗച്ചേട്ടൻ കാണിക്കാം. സ്റ്റാർക്ക് കാണിക്കും. ചെയ്താ മതി. 1 2 3 4 5. അയ്യോ, ഇതെന്താ ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെക്കണേ? ശേ, കറക്റ്റായില്ലല്ലോ. താഴത്തേക്ക് പോകല്ലേ. ഓഫ്, പോയി. എന്താ ഗ്ലിച്ച് ഏതാണോ? MLG ഒന്നും വർക്കാവുന്നില്ലല്ലോ. ഓ, ഇതിന്റെ ഒരു കഷ്ടകാലം. പോയ വുഡ് ഉണ്ടെങ്കിൽ ശരിയായി. കുഴപ്പമില്ല, നമുക്ക് വെള്ളത്തിൽ ചാടാം. ഇത് കേറിപ്പോണതിന്റെ മുന്നേ നമുക്ക് അവിടെ മറ്റേ സെലക്ട് നമ്മളെ ബുക്കൊക്കെ വിൽക്കണേ, ഷെൽഫും അതും ഇതൊക്കെ രസമുണ്ടാവില്ലേ? എന്നാ ഞാൻ അതിനുള്ള ഐറ്റംസ് കൊണ്ടിട്ടെ, എന്നിട്ട് ഇതാക്കി തരാം. അതിനുള്ള ഐറ്റംസ് ഒന്ന് കൊണ്ടിട്ടെ. എന്തൊക്കെ കാട്ടിനറിയാം. പിന്നെ ഇഷ്ടം പോലെ തേനീച്ചക്കൂട് പൊട്ടിച്ചിട്ട് അടിക്കൊണ്ട് ഇവിടെ എത്തിയതൊക്കെ ഞാൻ ആ ഭയം കൂടെ പോയി. അപ്പുറത്തെ ഭയം പോയി. ആ ഭയം മറ്റേ ഇഷ്ടംപോലെ തേനീച്ച, ചെറിയ ഭയം വേണ്ട തേനീച്ചുണ്ട്. എല്ലാം കൂടും പൊട്ടിച്ച് അതെല്ലാത്തിൻ്റെ അടുത്ത് നടി വാങ്ങി മൂച്ച് തെറ്റി വരികയാണ്. പേപ്പർ ഷുഗർ കെയിനാണ്. ഷുഗർ കെയിൻ ഇങ്ങുണ്ട് ഒരു സ്റ്റാക്ക്. 1 സ്റ്റാക്ക് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഷുഗർ കെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് ഇവിടുത്തെ കൃഷി ചെയ്യാം. ഇനിയോടെ അങ്ങനെ കൃഷി ചെയ്യേണ്ട ഒരു ചെസ്റ്റിലൊക്കെ ചെസ്റ്റില് വെച്ചു. അല്ല, മതി. ഇത് രണ്ടും വേറെ ബുക്ക് ഉണ്ടാക്കാൻ. ബുക്കടെ 21 ബുക്ക് ഉണ്ടാക്കാം. എല്ലാം കൊണ്ടും ബുക്ക് ഉണ്ടാക്കുക. 26 ബുക്ക്. 21 ബുക്കുള്ളൂ. ഈ സാധനം ഉണ്ടാക്കാനോ? എങ്ങനല്ലേ? ഇതാണോ വേണ്ടി?
ഇതിന് കുറച്ച് സാധനം വേണം, ബുക്കും വേണം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇതുണ്ടാക്കാൻ പ്ലാങ്ക് വേണം. പ്ലാങ്ക് നമ്മുടെ അടുത്ത് ഉണ്ടെന്നാ തോന്നുന്നേ. ഉണ്ട്, ഒരു സ്റ്റാക്ക് ഉണ്ട്, സ്റ്റാക്ക് പ്ലാങ്ക് ഉണ്ട്. ഇത് ഉണ്ടാക്കാം, 7 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ബാക്കിയുള്ള പ്ലാങ്ക് കൊണ്ട് സ്ലാബ് ഉണ്ടാക്കണം. സ്ലാബിൽ അതിന് വേണ്ടി സ്ലാബ് 24 ഉണ്ടാക്കിയെന്ന്. ഇതല്ല, ഇത് 6 നോക്കല്ലേ? ഓക്കെ, 6 മതി. അയ്യോ പോയി. നമ്മുടെ ഇതവിടെ നമ്മളെ പിക്കാക്സ് കാണാനില്ലല്ലോ. പിക്കാക്സ് കണ്ടു. ലീഡല്ല, പിക്കാക്സ് കിട്ടി. നേരെ പോകുന്നു, ഈ തടി ഇളക്കി മാറ്റുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ കയറി ഇറങ്ങുന്നു. 16 ഇല്ലത് 17 ആക്കുന്നു. ഇങ്ങനെ ആക്കുന്നു. 12 ആക്കണോ? 12 വെച്ചാൽ മതി. അല്ല, നമ്മളെങ്ങനെ തന്നെ വെക്കുന്നു. ഇവിടെ വെക്കുന്നു. 1 2 3 4 ഇഷ്ടംപോലെ വേണമല്ലോ. ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് തോനാണ് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. മച്ചന്മാരെ, നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തോ കഴിഞ്ഞ മച്ചന്മാരെ, അതുകൊണ്ടാണ് കാണിക്കാൻ. ഇവിടെ നോക്കുക മച്ചന്മാരെ, നോക്ക്. കാണുന്ന സാധനം നമ്മളിതാ ഇത് അവിടെ ഉള്ളിൽ ചെന്നിട്ടാണ് പറഞ്ഞ അതിന്റെ മോൾ കയറാം. അപ്പൊ നമുക്ക് മോൾ കയറാൻ കുറച്ച് ബ്ലോക്ക് എടുക്കട്ടെ. എന്ത് ബ്ലോക്കല്ല, ഒരു ബ്ലോക്കിലുള്ള ആകെ 4 ബ്ലോക്ക്. ഇതില് സ്റ്റാക്ക് ഓഫ് സ്റ്റോൺ ബ്രിക്ക് ഉണ്ട്. അത് മതി. എന്താ മച്ചമാരെ, നമ്മളിത് ഫുള്ളാക്കോ? ഈ വീഡിയോയിലെ ഫുള്ളാക്കുന്നൊന്നില്ല. ഞാൻ കാണിച്ചു തരാം മച്ചമാരെ, കാണിക്കാം. നിങ്ങൾ കണ്ടറിയൂ. സാധനം സീനാണ്. ഇങ്ങോട്ട് നോക്കാം മച്ചമാരെ. മോളെ ഫുള്ളായിട്ടില്ല. ഈ സ്പീഡ് നോക്കാം, ഈ ടെക്സ്ചർ നോക്കാം മച്ചമാരെ. ചെയ്ത് നോക്കെ എങ്ങനെയുണ്ട് സാധനം. കാണാൻ സീന്, സാധനം പൊളിച്ചില്ല. നിങ്ങൾ എന്താ പറയുന്നത്? സാധനം പൊളിച്ചിരുന്നാലും നമ്മക്ക് ഇവിടെ ഒരു എലവേറ്റർ വെക്കണം. ഇവിടെ ഇത് പൊട്ടിച്ചാണ്ട് ഒരു മറ്റേ എന്താണ് സോഴ്സാന്റെ അടിയിൽ വെച്ചാണ്ട് ഒരു എലവേറ്റർ. മച്ചമാരെ സീനാക്കും നമ്മള്. എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ചൊക്കെ. ഇത് വിഷയാവട്ടെ, സാധനം വിഷയം. സീന്. ഇന്നൊരു കാര്യം ചെയ്താലോ? ആദ്യം അടി തറങ്ങട്ടെ. ഇതാ മച്ചമാരെ. അപ്പോ നമ്മുടെ ഇതിപ്പോ എങ്ങനെ കാണിച്ചു തരാം നിങ്ങക്ക്? നിങ്ങൾക്കല്ലല്ലോ, നിൽക്കട്ടോ. 1 മിനിറ്റ്. നേരെ ഇങ്ങോട്ട് പോവാ. ക്യാമറ തിരിക്കുക. മച്ചമാരെ സാധനം എങ്ങനെയുണ്ട്? സാധനം ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒരു ചെറിയ എന്തോ പാളിച്ച പോലെ ഉണ്ട്. നമുക്ക് അതൊന്ന് ശരിയാണോ? അയ്യോ ഇല്ല ഗായ്സ്. അതൊക്കെ കഴിഞ്ഞാലോ. അപ്പൊ ഗായ്സ്, ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ.
ഇതാക്കണം. ബാക്കിൽ ഒരു ഫില്ലർ അവിടെ വന്നാണ് നമ്മള് അവിടെയും ആ ബി നിൽക്കുന്ന അവിടെ ഒരു ഫില്ലർ ഉണ്ടാക്കും. ഇതാ ആ സൈഡിൽ നിന്ന് ഒരു ഫില്ലർ ഉണ്ടാക്കും. ഇതാ അതിന്റെ ബാക്കിൽ ഇതാ വലിയ 9x9 ഇതുണ്ടാക്കും. പിന്നെ ഇതാ ഇവിടെയും നമ്മള് എന്തുണ്ടാക്കും, ഫില്ലർ ഉണ്ടാക്കും. എല്ലായിടത്തും ഫില്ലർ ഉണ്ടാക്കും. അവസാനം ഇതൊരു കൊട്ടാരം പോലെ ആവും. ഇതിന് അവസാനം കാണിച്ചു തരാം. ഈ ഫില്ലർ ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഫില്ലറെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒന്നുണ്ടാക്കി കാണിച്ചിട്ടില്ലേ, അപ്പോ അതുപോലെ 4 ഭാഗത്ത് ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത പാർട്ടിൽ. അതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എന്തിനിപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ മല്ലു സ്റ്റാർക്ക് സൈനിങ് ഓഫ്. താങ്ക് യു ഗൈസ്. താങ്ക് യു.